നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മാങ്ങയിട്ട് തയ്യാറാക്കിയ നെത്തോലി മീൻ കറിയാണ്. ഞാൻ ഇതിനു മുമ്പ് നെത്തോലി മീൻ പുളിഞ്ചിക്ക ഇട്ട് തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റാണ് നമ്മൾ മാങ്ങയിട്ട് വെച്ചാലും. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് നെത്തോലി മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായി ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഈ മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കണം. അതിന് മുമ്പ് നമുക്കിതിലേക്ക് അരയ്ക്കാനുള്ള കൂട്ടൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വറ്റൽമുളക് നമുക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 10-12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3-4 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും. ഇപ്പോഴും പറയുന്ന പോലെ ഞാനിപ്പോഴും അമ്മിയിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ മുളകൊന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ആദ്യം ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാറുണ്ട്. ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ആ തേങ്ങയും ബാക്കി ഉള്ളിയൊക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ആ കൂട്ടെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. മാങ്ങ ചേർത്താലും ഒരല്പം പുളി ചേർത്ത് കൊടുക്കണം, എങ്കിലേ ആ കറിക്ക് ഒരു സ്വാദുണ്ടാവൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനിലേക്ക് മാങ്ങയും പച്ചമുളകും ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ല കനം കുറഞ്ഞ് നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീൻ എത്രയുണ്ടോ അതിനാവശ്യമായ മാങ്ങ അരിഞ്ഞെടുത്തുകൊള്ളുക. ഇനി നമുക്കിതിലേക്ക് ആ കലക്കി വെച്ചിരുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ചേർത്ത് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മാങ്ങയും മീനും ഒക്കെ ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. മാങ്ങ വെന്ത് കിട്ടാനുള്ള വെള്ളം ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിനാണ് ഞാൻ കലക്കി എടുത്തിട്ടുള്ളത്. ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്, പക്ഷേ നമുക്ക് മാങ്ങ വേകുന്ന രീതിയിൽ വെള്ളം വേണം. ഇത് നമ്മളിത് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കലക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം വരെ ഞാൻ നല്ല ഹൈ ഫ്ലെയിം തന്നെയാണ് തിളപ്പിച്ചെടുത്തത്. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അത് തവി കൊണ്ട് ഇളക്കുന്നത് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കണം. ഈ സമയം നമുക്കതിലേക്ക് ഉപ്പ് എത്രയുണ്ട്, പുളി എത്രയുണ്ടെന്നുള്ളതൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് പിന്നെ വെള്ളം വറ്റി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനതിലേക്ക് ഈ അടപ്പൊന്ന് അടച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം നല്ലവണ്ണം ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനിലെ വെള്ളമെല്ലാം പറ്റി പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഒത്തിരി വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു സ്വാദ് കാണത്തില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വേണം നമുക്കിത് വിളമ്പാനായിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ രുചികരമായ മാങ്ങയിട്ട് തയ്യാറാക്കിയ നെത്തോലി മീൻ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.